ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ വന്നിട്ടുണ്ടാവും മേക്കപ്പ് പ്രൊഡക്റ്റ് ആണല്ലോ ഞാൻ കാണിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ് മേക്കപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ബി ക്രീം. അതായത് ബി ക്രീം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണല്ലോ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷനോ അങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ലൈറ്റ് ഫിനിഷ് കിട്ടാൻ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി ക്രീം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്രീം നല്ല കവറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് മൾട്ടി ടാസ്കർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീം എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഒരു പ്രൈമറിൻ്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺസീൽ ചെയ്യുന്നുണ്ട്, കോണ്ടോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ മൾട്ടി ടാസ്കിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഷുഗറിൻ്റെ ക്രീമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്നസ് ഓഫ് ഫ്ലോലെസ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ SPF ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അതായത് 30+ ആണ് വരുന്നത്. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, അതായത് UV ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SPF എന്നുള്ള സംഭവം ഉള്ളത്. അപ്പോൾ UV ആൻഡ് UVB പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റി പൊല്യൂട്ടഡ് എന്നുള്ള കാര്യങ്ങൾ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആൻറ്റി പൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ഫോമുലയാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് നമ്പർ നോക്കുകയാണെങ്കിൽ 15 ക്യാപ്പച്ചീനോ ആണ് കേട്ടോ. ഇത് ശരിക്കും ലൈറ്റ് ആൻഡ് ആയിട്ടുള്ള സ്കിൻ ടോണുകാർക്കാണ് പറ്റുന്നത്. അപ്പോൾ വാനില എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, അതും ലൈറ്റ് ടോണിനാണ് പറ്റുന്നത്. അപ്പോൾ മീഡിയം ടോണിനൊക്കെ വേറെ ഷെയ്ഡ് നമ്പേഴ്സൊക്കെയാണ്. ആ ഒരു ഷെയ്ഡിൻ്റെ നെയിമൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്. ഈ ഒരു കളറാണ് കേട്ടോ, കളർ വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഓരോരുത്തരുടെയും ഷെയ്ഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഒരു സ്കിൻ ടോണിനെ ബേസ് ചെയ്തിട്ട് ഷെയ്ഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ക്വിക്കായിട്ട് തന്നെ, ഒട്ടും എഫേർട്ട് ഇല്ലാണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കവറിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ SPF 50 അല്ല 30+ ഇൻക്ലൂഡ് ആണ്. എങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. ക്രീമിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. നാച്ചുറൽ ആയിട്ടുള്ളൊരു മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഫിനിഷും കൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. SPF 30+ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 രൂപയാണ്. പക്ഷേ നമുക്ക് 799 രൂപയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്, അത്യാവശ്യം നല്ല ഓഫറിന്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൾട്ടി ടാസ്കർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പോൾ മൾട്ടി ടാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ SPF ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ചെറിയ തോതിൽ തരുന്നുണ്ട്. പിന്നെ പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മോയ്സ്ചറൈസർ, പ്രൈമർ, പിന്നെ SPF ഉള്ളതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ, പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത്രയും ബെനിഫിറ്റാണ്, 4-in-1 ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ റേഡിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡായി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് നല്ല രീതിക്ക് കവറേജ്, ഒരു ബിൽഡബിൾ ആയിട്ടുള്ളൊരു കവറേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൾട്രാ ലൈറ്റ് ആയിട്ടുള്ളൊരു മൂസ് ആയിട്ടുള്ളൊരു ഫിനിഷാണ്, അല്ലെങ്കിൽ മൂസ് ഫോർമുല എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് തരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഷൈൻ ഫ്രീ ആയിട്ടുള്ളൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ ഇത് 15 ക്യാപ്പച്ചീനോ ആണ്, ലൈറ്റ് ആയിട്ടുള്ള ടോണിനാണ് പറ്റുന്നത്. അപ്പോൾ മീഡിയം ടോണിന് വേറെ കളേഴ്സാണ് കേട്ടോ. അവനവൻ്റെ ഷെയ്ഡ്സ് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോം വൈസ് നോക്കുകയാണെങ്കിൽ ക്രീം ഫോം ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബ്ലെമിഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ നമ്മൾ മേക്കപ്പ് റുട്ടീനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് പ്രെപ്പ് ചെയ്തിട്ടുണ്ടാണോ, അതായത് സ്കിൻ കെയർ ഫോളോ ചെയ്യണം. ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുന്നതാണെങ്കിൽ സിറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ആഫ്റ്റർ ദാറ്റ് ആണല്ലോ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ
അല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷന് പകരമാണ് ബി ബി ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബി ബി ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കോമ്പാക്റ്റോ അല്ലെങ്കിൽ പൗഡറോ സെറ്റിംഗ് പൗഡറോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ആപ്ലിക്കേഷൻ വൈസ്. പിന്നെ ഞാനൊരു ഹാക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് നല്ല രീതിക്ക് ഇപ്പോൾ ലൈറ്റായിട്ട് ഒരു കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ബി ബി ക്രീം ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് 1 2 3 4 ഈ 4 ഡോട്ട് ഇടുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ലൈറ്റ് ഒരു കവറേജ് കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള നോ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ രീതിക്ക്. ഇനി കുറച്ചുകൂടെ ഒരു ലുക്ക് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ 4 എന്നുള്ളത് നമ്മൾ 8 ആക്കുക. ഒരു ഓഫീസ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോകാനുള്ള രീതിക്ക് ഒരു ലുക്കാണെങ്കിൽ നമ്മൾ 8 രീതിക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കവറേജ് കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷനാണ് പോകുന്നത് അല്ലെങ്കിൽ മാരേജ് എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ 8 എന്നുള്ളത് മാറ്റിയിട്ട് ഡോട്ട് വൈസ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 12 ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളൊരു ഫെസ്റ്റീവ് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കുള്ള കവറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 15 ക്യാപ്പച്ചീനോ എന്ന് ഞാനിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ വിചാരിക്കും റെപ്പറ്റീഷൻ ആണല്ലോ എന്ന്. അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം അവനവൻ്റെ സ്കിൻ ടോണിന് പറ്റിയത് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ 07 വാനില ലൈറ്റ്, അതും ലൈറ്റ് ആയിട്ടുള്ള ടോണിന് പറ്റും. പിന്നെ മീഡിയം ആയിട്ടുള്ള ടോണിന് പറ്റുന്നത് കോർട്ടോണിയോന്നോ അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. പിന്നെ 55 അമേരിക്കാന എന്ന് പറഞ്ഞത് ഡെസ്കി ടോണിന് പറ്റുന്നതാണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. എന്താണ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, പിന്നെ ഓർത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അതൊക്കെയാണ് മീഡിയം ഡെസ്കി ആയിട്ടുള്ള ടോണുകാർക്ക് പറ്റുന്നത്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബി ബി ക്രീമാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെൽഫ് ലൈഫ്, അറൗണ്ട് ഒരു 4 ഇയർ ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ കോഷൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഷെൽഫ് ലൈഫ് അല്ല സോറി ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യാത്ത ഏരിയയിൽ വേണം നമ്മൾ ഇത് സേഫായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ട. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയുള്ളൂ ഓവറോൾ ഈ ഒരു ബി ബി ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം. ശരിക്കും വാങ്ങിച്ചാൽ നഷ്ടമില്ല, വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ സെല്ലിൻ്റെ റിന്യൂവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നല്ല ബിൽഡബിൾ ആയിട്ടുള്ള കവറേജിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ലാസ്റ്റിംഗ്, അതൊക്കെ എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തതാണ്. കൊർട്ടാഡോ എന്നാണ് കേട്ടോ ആ ഒരു ഷെയ്ഡിൻ്റെ നെയിം. മീഡിയം ആയിട്ടുള്ള ടോണുകാർക്ക് അത് നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഞാൻ വേറെ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൊർട്ടാഡോ ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ടോണുകാർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷുഗറിൻ്റെ ബി ബി ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഗുഡ്നസ് ഓഫ് ഫ്ലെയർലെസ് SPF 30+ ബി ബി ക്രീം കേട്ടോ. അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ശരിക്കും നല്ല അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാണ്ടിറ്റി വൈസ് ഉണ്ട്. ഇത് എത്ര ആണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. അത് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് മേ ബി ചിലപ്പം അപ്ലൈ ചെയ്യുമ്പം അവരുടെ സ്കിൻ കുറച്ചുകൂടി ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്കിൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ റെഡ്നെസ്സോ ഒക്കെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ, ഇനി സെൻസിറ്റീവ് അല്ല ആരുടെങ്കിലും സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അങ്ങനെ ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ചെയ്യരുത് കേട്ടോ. സ്റ്റോപ്പ് യൂസേജ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുക. ഇതിൻ്റെ ഫിനിഷ് കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും തന്നെ സ്റ്റിക്കിയോ ഗ്രീസി ഫീലിംഗ് ഒന്നും ഇല്ലതാനും. ശരിക്കും നല്ല രീതിക്ക് ബ്ലെൻഡായിട്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ കവറേജ് നൽകുന്നുണ്ട് കേട്ടോ.